ഹായ് ഡിയർ ഫ്രണ്ട്സ്, ക്യൂട്ട് കിച്ചൺ വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നല്ലൊരു പുഡിംഗ് ഉണ്ടാക്കാൻ പോവാണ്. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് നമുക്ക് നോക്കാം. ഇവിടെ മൈദമാവ് വെച്ചിട്ടുണ്ട്, ഒരു 1/4 കപ്പ് മൈദമാവ് വെച്ചിട്ടുണ്ട്, ഉപ്പ്, 2 മുട്ട, ചെറുനാരങ്ങയാണ്, ഇച്ചിരി വലിയ നാരങ്ങയാണ്, പഞ്ചസാര, കുറച്ച് ബട്ടർ, വെള്ളം, ഇത്രയും വെച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. എടുത്തു വെച്ചിരുന്ന മാവ് ഞാനൊരു വലിയ ബൗളിലോട്ട് ഇടുകയാണ്. ഇനി നമുക്കതിലേക്ക് തന്നെ പഞ്ചസാര ഇടാം. ഇതിലേക്ക് എടുത്തു വെച്ച മുട്ട പൊട്ടിച്ചൊഴിക്കുകയാണ്. രണ്ട് മുട്ടയും പൊട്ടിച്ചതിനകത്തിട്ടിട്ട് ഒരു അല്പം ഉപ്പ്, ഒരു പിഞ്ച് ഉപ്പ് അതിനകത്തിട്ട് ഇതിലേക്ക് നമ്മൾ ആ നാരങ്ങ പിഴിഞ്ഞാൽ, വലിയ നാരങ്ങയായിരുന്നു, ആ പിഴിഞ്ഞത് 1/4 കപ്പ്, വലുതാണെങ്കിലും ചെറുതാണെങ്കിലും 1/4 കപ്പാണ് വേണ്ടത്. കാണാമല്ലോ അല്ലേ, 1/4 കപ്പ്. അത് ഇതിലോട്ട് ഒഴിക്കുകയാണ്, നാരങ്ങ നീര്. ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ വെള്ളം, അത് കുറച്ച് ഒഴിച്ചെടുക്കാം. എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ ബട്ടർ, ഇതിലോട്ട് തേച്ച് കൊടുക്കാം. നമുക്ക് വെച്ചിരിക്കുന്നത് എൻ്റെ സ്റ്റീമറിനകത്ത് ഇത് കൊള്ളില്ല, അപ്പം ഞാൻ ഇഡ്ഡലി പാത്രത്തിനകത്ത് വെച്ച് സ്റ്റീം ചെയ്യാൻ പോവാണ്. ബട്ടർ പുരട്ടിയിരിക്കുകയാണ്, ഇതിലോട്ട് നമുക്കത് ഒഴിക്കാം. ഇനി ഇത് അടച്ചു വയ്ക്കാം. വെന്തിട്ടുണ്ട്, കാരണം ഇതിലൊന്നും ആയിട്ടില്ല. ഇത് വെള്ളം മുക്കിയിട്ട് നമ്മൾ നോക്കണം. ഇത് നമുക്കൊന്ന് മറിച്ച് നോക്കാം. കണ്ടോ, നമ്മുടെ പുഡിംഗ് ഇവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. സോഫ്റ്റാണ്, നല്ല സോഫ്റ്റാണിത്. നമുക്കിത് തണുപ്പിച്ചും കഴിക്കാം. ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചിട്ട് നമുക്ക് കഴിക്കാം. അല്ലാതെ ഇങ്ങനെയും കഴിക്കാം, തണുത്തിട്ട്. ഇതിപ്പോൾ തണുത്തതുകൊണ്ടാണ് ഇതിപ്പോൾ ഇങ്ങോട്ട് പോകുന്നത്. കേട്ടോ, പാത്രത്തിൽ നിന്ന് വിട്ടു വന്ന് തണുത്തതുകൊണ്ട്. അപ്പം അതങ്ങനെയും കഴിക്കാം, നമുക്ക് തണുപ്പിച്ചും കഴിക്കാം. എല്ലാവർക്കും ഇതിഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് ഉണ്ടാക്കാവുന്നതാണ്. നമ്മളിപ്പോൾ ഓരോന്നോരോന്നിട്ട് കുഴയ്ക്കുന്നുണ്ട്, എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് അടിച്ചെടുത്താൽ മതി. കൈകൊണ്ട് നമ്മുടെ സ്പൂണിട്ട് എന്തെങ്കിലും മിക്സിയിൽ അടിക്കുകയാണെങ്കിൽ അടിക്കായിരിക്കും. ഞാൻ മിക്സിയിലൊന്നും അടിച്ചില്ല, വെറുതെ സ്പൂണിട്ട് അടിച്ചെടുത്തേ ഉള്ളൂ. ഒരു മാക്സിമം ഒരു 10 മിനിറ്റ്. ആവി വരുമ്പോൾ നോക്കണം. ഞാൻ കാണിച്ചില്ലേ, കുത്തി നോക്കുന്നത് വെന്തോന്ന് അങ്ങനെ നോക്കിയിട്ട് എടുത്ത് വെച്ചാൽ നല്ല ടേസ്റ്റാണ്. കുട്ടികൾക്ക് എന്നാലും എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇതിൻ്റെ ഒരു ചെറിയൊരു പുളിയൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും. നമുക്ക് നോക്കാം, ഇതൊന്ന് മുറിച്ച് നോക്കാം. ഞാൻ ഇതിൽ നിന്നൊരു കഷ്ണം എടുക്കുന്നു. കാഷ്നട്ടൊക്കെ ഞാൻ വെറുതെ വെച്ചതാണ്, നിർബന്ധമൊന്നുമില്ല കാഷ്നട്ട് വയ്ക്കണമെന്ന്. കാഷ്നട്ട് വെച്ചാണ്, കണ്ടോ. ഇതിൻ്റെ പുളിയും മധുരം എല്ലാം കൂടെ നല്ല സ്വാദും. എല്ലാം ട്രൈ ചെയ്തു. ഇത്രയും നേരം കണ്ടതിന് എല്ലാവർക്കും നന്ദി, നമസ്കാരം.